എപ്പോൾ നോക്കിയാലും കോഴിമുട്ട വെച്ചിട്ട് ഒന്നുകിലും മുട്ടക്കറി, ഓംലെറ്റ്, സ്നാക്സ് ഇതൊക്കെ തന്നെയല്ലേ കാണൽ. ഒന്ന് മാറ്റി പിടിച്ചാലോ. അപ്പോൾ ഇതിനായിട്ട് കോഴിമുട്ട മാത്രം വെച്ചിട്ടൊരു അടിപൊളി പാസ്തയാണ് കേട്ടോ. നല്ല മഴയത്ത് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് സിറ്റ് ഔട്ടിലോ ബാൽക്കണിയിലോ ഒക്കെ ഒന്ന് പോയിരുന്ന് കഴിച്ചു നോക്കി. വേറെ ലെവൽ വൈബാവും. ഇതിന് കുറേ കോഴിമുട്ടൊന്നും വേണ്ട, ആകെ 2 അല്ലെങ്കിൽ 4 മതി. ഇത് ഞാൻ 4 വെച്ചുണ്ടാക്കിയത്. ആദ്യം തന്നെ ഓംലെറ്റ് ഉണ്ടാക്കാം. ഓംലെറ്റ് ഉണ്ടാക്കാൻ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇഷ്ടമുള്ളത് അതൊക്കെ ഇട്ടോളി. ഞാനിവിടെ ആകെ ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയാക്കി അടിച്ചെടുത്ത് ഓംലെറ്റ് ഉണ്ടാക്കുക. ഞാനിവിടെ 2 ഓംലെറ്റാണ് ഉണ്ടാക്കുന്നത്. അതായത് ഒരു ഓംലെറ്റ് 2 കോഴിമുട്ട വെച്ചിട്ട്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു കോഴിമുട്ട കൊണ്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയാലും സംഭവം പൊളിയാവും. കുറച്ചൊരു തിക്നെസ് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ചൊന്ന് ഓവറാക്കാനായിട്ട് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലാക്കിയാലും ഒരു കുഴപ്പമില്ല. അങ്ങനെ 2 ഓംലെറ്റ് സെറ്റായി. ഇനി ഞാനൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഒന്ന് സോട്ട് ചെയ്യാൻ വേണ്ടി കുഞ്ഞാക്കി അരിഞ്ഞതാണ്. ഞാനിവിടെ അരിഞ്ഞപ്പോൾ കുനാന്നൊന്നും ആയിട്ടില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ആ ഒരു സ്മെല്ലും ആ ഒരു ഗുണമൊക്കെ വരാൻ വേണ്ടിയിട്ടല്ലേ, അതിനൊക്കെ ഇപ്പോൾ ഇത് മതി. അങ്ങനെ ഈ ബട്ടറിലേക്ക് ഇതിട്ടിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണ്ണൊക്കെ മാറി നല്ലൊരു അടിപൊളി സ്മെല്ല് വരുന്ന സമയത്ത് കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 സ്പൂൺ നല്ല കൂമ്പാരാക്കി നിറച്ചാണ് ഇട്ട് കൊടുത്തത്. കാരണം നല്ല തിക്നെസ്സാണ് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ ഈ കോൺഫ്ലോർ ചെറുങ്ങനെ ബ്രൗൺ ആയി തുടങ്ങുന്ന ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം 2 സ്പൂണാണ് എടുത്തത്. അതുകൊണ്ട് ഞാൻ 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ എൻ്റെ പാലെന്താ ഇങ്ങനെയെന്ന് വിചാരിക്കേണ്ട, ഫ്രീസറിന് ഡയറക്റ്റായിട്ട് എടുത്തു കൊണ്ടുവന്ന പാലായതുകൊണ്ടാണ് കട്ട പിടിച്ചിരിക്കുന്നത്. ഏതായാലും ചൂടാവാൻ പോവല്ലേ, അത് റെഡി ആയിക്കോളും. പാലവിടെ തിളച്ചോട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ മറക്കരുത്, കോൺഫ്ലോറിലോണ്ട് കട്ട പിടിച്ചു പോകും. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു പണി നമുക്ക് ഒപ്പിക്കാം. ഈ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓംലെറ്റ് ഉണ്ടല്ലോ, അതൊന്നിങ്ങനെ ചുരുട്ടിയിട്ട് നമ്മൾക്ക് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ കത്തി കൊണ്ടോ കത്രി കൊണ്ടോ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു കട്ടിങ് മാത്രം മതി കേട്ടോ, കാരണം നീളത്തിൽ ഇങ്ങനെ നൂലായി കിട്ടണം. നിങ്ങളിതുവരെ ഓംലെറ്റ് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ടോ? നമ്മൾ എപ്പോഴും ഒരേ ഷേപ്പിൽ കഴിക്കുമ്പം അതൊരു രസമില്ലല്ലോ അല്ലേ. ഇതങ്ങനെ നൂലായി കിട്ടണം. നമ്മളിത് ചെയ്യുമ്പോഴത്തേന് നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള ആ പാൽ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ടാവും. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾക്ക് അപ്പം ഇട്ട് കൊടുക്കുക. ടേസ്റ്റ് ചെയ്തിട്ട് അതിന് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ പറ്റും. അങ്ങനെ അത് കുറുകി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ കോഴിമുട്ടം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സംഗതി കുറച്ച് ടേസ്റ്റും മുറ്റൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഒരു സ്ലൈസ് ചീസും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ചീസൊന്ന് മെൽറ്റാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ചൊന്ന് മെൽറ്റായിട്ട് വീണ്ടും ഞാനത് ഇളക്കി കൊടുക്കുകയാണ്. ഓവറായിട്ട് ഇളക്കിയിട്ട് ഈ ഓംലെറ്റ് പൊട്ടിക്കരുത് കേട്ടോ. ആ ഒരു നീളത്തിൽ തന്നെ അങ്ങനെ വേണം. അപ്പോഴാണല്ലോ കാണുമ്പോൾ അതിൻ്റെ ഒരു രസം. ഇനി ബാക്കി ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇറ്റാലിയൻ സ്പൈസസ് ആയ ആ ഒരു ഒറിഗാനോവും പിന്നെ ഫ്രഷ് ചില്ലിയൊക്കെ ഇടുമ്പം ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് മാറും കേട്ടോ. അങ്ങനെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ എഗ് വൈറ്റ് സോസ് പാസ്ത അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ, പൊളിക്കല്ലേ? കഴിച്ചപ്പം അടിപൊളി ഡാറ് ടേസ്റ്റ്. ഇനി ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ചിക്കൻ പാസ്തനേക്കാളും നല്ലത് ഈ പാസ്തയെന്ന് കേട്ടോ. കാരണം ചിക്കൻ പാസ്ത ഉണ്ടാക്കാൻ നമ്മൾ കുറച്ചൊരു ടൈം എടുക്കുമല്ലോ, അതൊക്കെ ഒന്ന് കുക്കായി വരണ്ടേ. ഇതാവുമ്പോൾ നല്ല എളുപ്പമാണ്, വിചാരിക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഈ നല്ല കോരി ചൊറിയുന്ന മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ പാസ്ത ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ബാൽക്കണിയിലോ സിറ്റ് ഔട്ടിലോ ഒക്കെ ഒന്ന് പോയിരുന്ന് കഴിച്ച് നോക്കി. വേറെ ലെവൽ വൈബാണ്. അപ്പോൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റേ കാര്യം മറക്കരുത്, നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പം നമുക്ക് പിന്നെ കാണാം. ബൈ.